സംസ്ഥാനത്തെ റവന്യൂ വകുപ്പിന്റെ ആദ്യത്തെ ജില്ലാതല അവലോകന യോഗം കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 5000 പട്ടയങ്ങൾ നൽകുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ പരമാവധി വേഗത്തിലും സുതാര്യമായും പരിഹരിക്കണം. പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന സംസ്ഥാനത്തെ റവന്യൂ വകുപ്പിന്റെ ആദ്യത്തെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗം വിലയിരുത്തി. അതോടൊപ്പം 100 ദിന കർമ്മ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തീരുമാനിച്ച കാര്യങ്ങൾ 100 ദിവസം കൊണ്ട് തന്നെ പൂർത്തീകരിക്കുന്നതിനും നിലവിലുള്ള തീരുമാനങ്ങൾ അതുപോലെ തന്നെ ഓരോ ജില്ലയ്ക്കും കൊടുത്തിട്ടുള്ള 100 ദിന കർമ്മ പരിപാടി ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ എന്താണോ അതിനേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്യണം, അതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുവെ കാസർഗോഡ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ തന്നെ കുറേയേറെ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഇവിടുത്തെ തരംമാറ്റലുമായി ബന്ധപ്പെട്ട് ഭൂമി തരംമാറ്റം, ഭൂമി പട്ടയം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ റവന്യൂ വകുപ്പ് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് മുൻകാലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഭൂമി തരംമാറ്റം, പട്ടയ പ്രശ്നം, മറ്റു ഭൂപ്രശ്നങ്ങൾ എന്നിവ ജില്ലയിൽ കുറേയേറെ പരിഹരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൗഹൃദമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാതൃകാ പോലീസ് സ്റ്റേഷൻ പോലെ പ്രാധാന്യമുള്ളതാണ് വില്ലേജ് ഓഫീസുകളും. അതിനാൽ വില്ലേജ് ഓഫീസ് ജനസൗഹൃദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതികൾക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കുന്നതിനും നടപടിയുണ്ടാകണം. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കും. സംസ്ഥാനത്ത് 100 ദിവസത്തിനകം 5000 പട്ടയങ്ങൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ അപേക്ഷകളും ജനങ്ങളും വരുന്ന വകുപ്പാണ് റവന്യൂ വകുപ്പ്. വില്ലേജ് ഓഫീസ് കൂടുതൽ ജനസൗഹൃദമാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് തീരുമാനം. വില്ലേജ് ഓഫീസ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖമാണ് ഓരോ പ്രദേശത്തെയും വില്ലേജ് ഓഫീസ്. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ കടന്നു ചെല്ലുന്ന ഇടമാണ് വില്ലേജ് ഓഫീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വില്ലേജ് ഓഫീസിൽ ജനങ്ങൾക്ക് ഒരു കാര്യത്തിന് 9 വട്ടം പോകുന്നതിന് പകരം ഒരു തവണ കൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് മാതൃകാ പോലീസ് സ്റ്റേഷനും ജനസൗഹൃദ പോലീസ് സ്റ്റേഷനും നമുക്ക് ഉണ്ടെങ്കിൽ ഇന്ന് അതിലേറെ നമുക്ക് ജനസാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം ഉള്ള ഒന്നാണ് വില്ലേജ് ഓഫീസുകൾ ജനസൗഹൃദമാക്കി മാറ്റുക എന്നുള്ളത്. പട്ടികജാതി, പട്ടികവർഗം, മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾക്ക് ഭൂമിയിൽ പട്ടയം നൽകുന്നതിന് ഈ വർഷം പ്രധാന പരിഗണന നൽകും. 14 ജില്ലകളിൽ നടക്കുന്ന റവന്യൂ അവലോകന യോഗങ്ങളിൽ ആദ്യത്തേതാണ് കാസർഗോഡ് സംഘടിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ഒഴിവുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മഞ്ചേശ്വരത്ത് റവന്യൂ ടവർ നിർമ്മിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. റവന്യൂ സെക്രട്ടറി ജീവൻ ബാബു K അധ്യക്ഷത വഹിച്ചു. ലാൻഡ് റവന്യൂ കമ്മീഷണർ H ദിനേശൻ, സർവേ ഡയറക്ടർ J അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ PK ജയശ്രീ, ADM P ഉദയകുമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, തഹസിൽദാർമാർ, ഡെപ്യൂട്ടി തഹസിൽദാർമാർ, ജൂനിയർ സൂപ്രണ്ടുമാർ, സർവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.